ഹലോ, ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അത്രയ്ക്കും പൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് പപ്പടം വെച്ചിട്ടാണ്. 5 കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ 5 പപ്പടവും ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു ചമ്മന്തിക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ കരിയാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ കരിയാത്തതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പപ്പടം പൊരിച്ചിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 4 വറ്റൽമുളകും 6 വലിയ ചെറിയുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരു ഇല്ലാത്ത പുളിയും കൂടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങയ്ക്കൊന്ന് ചൂടാവുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരുപാട് അങ്ങ് വറുത്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ചൂടായാൽ മതി. പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ടിത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് 5 പപ്പടം നമ്മൾ പൊരിച്ചെടുത്തില്ലേ, അത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 5 ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, പപ്പടം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതിയാവും. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ചമ്മന്തി റെഡി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. ഈ ഒരു ചമ്മന്തി കൂടി കഴിച്ചാൽ തന്നെ ചോറ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്